ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന പോർട്ടലിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ലെറ്റ് മീ മേക്ക് ഇറ്റ് ക്ലിയർ. ഈ വീഡിയോയുടെ മോട്ടീവ് എന്തെന്നാൽ PM സൂര്യഗർ യോജന വെബ്സൈറ്റിൽ പല ഇഷ്യൂസും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇഷ്യൂസ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. PM സൂര്യഗർ പദ്ധതിയുടെ വെബ്സൈറ്റിൽ എൻ്റെ ആപ്ലിക്കേഷന് ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. ചാനലിൽ പുതുതായുള്ള വ്യൂവേഴ്സിനായി ഞാൻ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം പ്രധാനമന്ത്രി സൂര്യഗർ യോജനയിൽ 3 kV ഓൺ-ഗ്രിഡ് സോളാർ സിസ്റ്റം എൻ്റെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അദാനി ടോപ്കോൺ ബൈഫേഷ്യൽ പാനൽസും V-ഗാർഡ് ഇൻവെർട്ടറുമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ പേജ് ചെക്ക് ചെയ്യുക. ബ്രൗസറിൽ google.com ഓപ്പൺ ചെയ്ത് PM സൂര്യഗർ എന്ന് സെർച്ച് ചെയ്യുക. ഇതുപോലുള്ള ഒരു റിസൾട്ടാണ് കിട്ടുക. ഈ കാണുന്ന ഫസ്റ്റ് ലിങ്ക് നാഷണൽ പോർട്ടൽ ഫോർ റൂഫ് ടോപ്പ് സോളാർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഓപ്പണായി വരുന്നതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന നാഷണൽ പോർട്ടൽ. ഈ വെബ്സൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡായി ക്വിക്ക് ലിങ്ക്സ് എന്ന് കാണാം. അതിനു താഴെയുള്ള ഫസ്റ്റ് ഓപ്ഷൻ അപ്ലൈ ഫോർ റൂഫ് ടോപ്പ് സോളാർ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയൊരു പേജ് ഓപ്പണായി വരുന്നതാണ്. ഈ വെബ് പേജിൻ്റെ റൈറ്റ് സൈഡിൽ 2 ഓപ്ഷൻസ് കാണാം: ലോഗിൻ ആൻഡ് രജിസ്ട്രേഷൻ. ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആയതിനാൽ ലോഗിൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഇമേജ് വാല്യൂവും എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഒരു OTP വരുന്നതാണ്. ആ OTP എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു പേജാണ് കാണാൻ കഴിയുക. റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിൽ രജിസ്റ്റേർഡ് യൂസർ നെയിമും പ്രസൻറ്റ് ഡേറ്റ് ആൻഡ് ടൈമും കാണാം. ലെഫ്റ്റ് സൈഡിൽ എൻ്റെ സോളാർ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് ആണെന്ന് കാണാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ടോക്കൺ ജനറേറ്റ് ആകുന്നതാണ്. എനിക്ക് കിട്ടിയ ടോക്കണാണിത്. PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന, കൺഗ്രാജുലേഷൻസ്. യുവർ ആപ്ലിക്കേഷൻ ഫോർ ഇൻസ്റ്റാളേഷൻ ഓഫ് എ 3 kV rooftop solar system has been successfully submitted under PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന. You are eligible for a Government of India subsidy of 78,000 upon successfully completion of the installation. The subsidy amount will be credited in your bank account. Below that, you will see the beneficiary details. Next, submit bank. ഇവിടെയാണ് സബ്സിഡിക്ക് വേണ്ടി ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അടുത്ത ടാബിൽ എൻ്റെ വെൻഡർ സെലക്ഷൻ കഴിഞ്ഞെന്ന് കാണാം. എനിക്ക് KCBയുടെ ഫീസിബിലിറ്റി അപ്രൂവലും കിട്ടിയെന്ന് കാണാം. സോളാർ പാനൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വെൻഡർ അഗ്രിമെൻറ്റ് കോപ്പിയും ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടെന്ന് കാണാം. നെക്സ്റ്റ്, എൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്പെക്ഷൻ വെയിറ്റിംഗ് ആണെന്നും കാണാം. വെബ്സൈറ്റിനു താഴെ ക്ലിയറായി എഴുതിയിട്ടുണ്ട്: റിക്വസ്റ്റ് ഈസ് അസൈൻഡ് ആൻഡ് ഡിസ്പ്ലേയിങ് അറ്റ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. കഴിഞ്ഞ 25 ദിവസമായി എൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ സ്റ്റക്കാണ്. വാസ്തവത്തിൽ 24 ഏപ്രിലിന് KCBയുടെ ഇൻസ്പെക്ഷനും കഴിഞ്ഞു, സോളാർ മീറ്റർ ഇൻസ്റ്റാളേഷനും കഴിഞ്ഞു. അന്നത്തെ ദിവസം മുതൽ എൻ്റെ സോളാർ സിസ്റ്റം കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങി. പക്ഷേ ഈ പോർട്ടലിൽ എൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോഴും ഇൻസ്പെക്ഷൻ വെയിറ്റിംഗ് ആണ്. ഇതിനായി 2-3 തവണ ഞാൻ KCB ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ പോർട്ടലിൽ കാണിക്കുന്ന പോലെ റിക്വസ്റ്റ് അസൈൻഡ് ആൻഡ് ഡിസ്പ്ലേയിങ് അറ്റ് KCB ആണെങ്കിലും KCB ഓഫീസർ പറയുന്നത് എൻ്റെ ആപ്ലിക്കേഷൻ അവരുടെ സൈഡിൽ ലിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. നിങ്ങളും ഈ സെയിം ഇഷ്യൂ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇഷ്യൂസ് MNRE വെബ്സൈറ്റിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ
MNRE വെബ്സൈറ്റിൽ ഒരു ടിക്കറ്റ് റേസ് ചെയ്യേണ്ടതാണ്. ടിക്കറ്റ് റേസ് ചെയ്യാനായി പോർട്ടലിൽ നിന്ന് ആദ്യം ലോഗൗട്ട് ചെയ്യുക. എന്നിട്ട് മെയിൻ പേജിൽ കോൺടാക്ട്സ് എന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. കൺസ്യൂമർ നേരിട്ടോ അല്ലെങ്കിൽ വെണ്ടർ മുഖേനയോ ഇവിടെ ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനൊരു കൺസ്യൂമർ ആയതുകൊണ്ട് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇനി നമ്മളുടെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി KSEB സെലക്ട് ചെയ്യുക. കാറ്റഗറി ക്വസ്റ്റ്യൻസിൽ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്ലിക്കേഷൻ ഫോം റിലേറ്റഡ് ഇഷ്യൂസിന് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടെക്നിക്കൽ ഫീസിബിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസിന് സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻസ്പെക്ഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എഡിറ്റ് ആപ്ലിക്കേഷനെ കുറിച്ച് വല്ല ഇഷ്യൂസും ഉണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. ഈ പോർട്ടൽ റിലേറ്റഡ് ഇഷ്യൂസിന് ഇത് സെലക്ട് ചെയ്യുക. മീറ്റർ ഇൻസ്റ്റാളേഷൻ റിലേറ്റഡ് ഇഷ്യൂസിന് ഇത് സെലക്ട് ചെയ്യുക. സബ്സിഡി ക്ലെയിമിനെ പറ്റി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വെബ്സൈറ്റ് ലോഗിൻ ഇഷ്യൂസിന് ഇത് ക്ലിക്ക് ചെയ്യുക. മറ്റുള്ള എല്ലാ ഇഷ്യൂസിനും ജനറൽ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എൻ്റെ കേസിൽ ഇൻസ്പെക്ഷൻ വെയിറ്റിംഗ് ആണ് പ്രോബ്ലം. അതുകൊണ്ട് ഞാൻ ഇൻസ്പെക്ഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി സബ് കാറ്റഗറി ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എൻ്റെ സോളാർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് KSEBയുടെ ഫൈനൽ ഇൻസ്പെക്ഷൻ വെയിറ്റിംഗ് ആണ്. ഈ ലാസ്റ്റ് ഓപ്ഷൻ സംവാട്ട് എൻ്റെ കേസിൽ മാച്ചിങ് ആണ്. അതുകൊണ്ട് അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇനി ഡോക്യുമെൻ്റ് റെഫറൻസ് ടൈപ്പിൽ കൺസ്യൂമർ നമ്പർ ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് KSEBയുടെ കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യുക. അപ്ലോഡ് ഡോക്യുമെൻറ്റിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂവിൻ്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഫോട്ടോ അവൈലബിൾ ആണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. ഈ മെസ്സേജ് ഏരിയയിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണെന്ന് മെൻഷൻ ചെയ്യുക. ഹായ് സർ, I have installed 3 kV on-grid solar panel via PM Suryaghar Muft Bijli Yojana. The solar meter installation was done on 24th April 2024. From that day onwards, my solar system start working. At present, my application still pending for inspection waiting in PM Suryaghar government.in portal. As per the KSEB officer, my application is not listing on their side so that they can approve. So kindly check and resolve the issue. Thank you. ഇനി സബ്മിറ്റ് ക്വയറി ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ളൊരു ടിക്കറ്റ് ഐഡിയാണ് ജനറേറ്റ് ആകുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ MNREയിൽ നിന്ന് റെസ്പോൺസ് ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. അതിനായി കാത്തു നിൽക്കാം. ഇതിൻ്റെ അപ്ഡേറ്റ് എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും MNRE വെബ്സൈറ്റിൽ ഒരു ടിക്കറ്റ് റേസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. Hope this video helps you. Thank you for watching. See you in the next video.